പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നുയർത്തിയ ശബ്ദം ജനാധിപത്യത്തിന്റെ ശവമടക്കം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള അവസാന പോരാട്ടത്തിന്റെ ശബ്ദമാണ്. അത് ഇന്ത്യ മുഴുവൻ പ്രതിധ്വനിക്കേണ്ട ആവശ്യമുണ്ട്. വോട്ടെടുപ്പ് പ്രക്രിയയെ ഇவ்விதം അട്ടിമറിക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ അത് വെറും കാഴ്ചക്കാരനായി നോക്കിയിരിക്കുന്നവൻ ജനാധിപത്യത്തിന്റെ ശത്രുവാണ്. വെറും ഒരു വാചക കസർത്തായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം. ഒരു നിയോജക മണ്ഡലത്തെ ഉദാഹരണമായി എടുത്ത് കൃത്യമായി ഗവേഷണവും പഠനവും നടത്തി കൃത്യതയോടെ തെളിവുകളും ഡാറ്റയും കോപ്പികളും സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു സിംഗിൾ റൂം വീട്ടിൽ 80 വോട്ടർമാർ. ആ 80 വോട്ടർമാർ അന്വേഷിച്ച് അവിടെ പോയപ്പോൾ ഒരൊറ്റ വോട്ടർ പോലുമില്ല. അവരുടെ അഡ്രസ്സും ഫോട്ടോ കോപ്പി അടക്കം പ്രദർശിപ്പിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം. അതായത് ഒരു ഐഡിക്ക് നിരവധി പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഗുർക്കിരാജ് സിംഗ് എന്ന 26-കാരൻ രാഹുൽ ഗാന്ധി സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് തന്നെ 4 പോളിംഗ് ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നു. 114, 124, 125, 126, അതായത് 4 പോളിംഗ് ബൂത്തുകളിൽ ഒരാൾക്ക് തന്നെ വോട്ട്. മറ്റൊന്നുള്ളത് ഒരേ പേര് ഒരേ അഡ്രസ്, പക്ഷേ നിരവധി സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യാം. ഇക്കണക്കിന് ആയിരക്കണക്കിന് പേരുകൾ, ആയിരക്കണക്കിന് അഡ്രസ്സുകൾ, ആയിരക്കണക്കിന് വീട്ടു നമ്പറുകൾ. ഇതെല്ലാം വെറും വായുവിൽ ഉയർത്തുന്ന ആരോപണങ്ങളല്ല. പേരും അഡ്രസ്സും വീട്ടു നമ്പർ അടക്കം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടി തന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി. ഒരൊറ്റ നിയോജക മണ്ഡലത്തിൽ തന്നെ 11,965 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളും 40,000-ലധികം ഫേക്ക് അഡ്രസ്സുകളും. ഒരു സിംഗിൾ റൂമുകളുടെ അഡ്രസ്സുകളിൽ തന്നെ 10,000-ലേറെ ബൾക്ക് വോട്ടുകളും 4,000-ലധികം വ്യാജ ഫോട്ടോകളും. അതായത് ഏകദേശം 1.25 മണിക്കൂറെടുത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഈ പത്രസമ്മേളനം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് നടത്തുന്ന നഗ്നമായ വോട്ട് ചോരിയെയാണ് രാഹുൽ ഗാന്ധി സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. രാഹുൽ ഗാന്ധിയെ നിശബ്ദമാക്കാൻ സുപ്രീം കോടതി വരെ ഇന്ന് ഒരുങ്ങി തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ ഈ ശബ്ദവും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഓരോ പൗരന്മാരെന്ന നിലയ്ക്ക് നമ്മുടെ കടമയാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി രാഹുൽ എന്ന ഒറ്റയാൾ പോരാട്ടത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനവും ഇന്ത്യ ഒട്ടാകെ മുഴുക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇന്നല്ലെങ്കിൽ പിന്നെ എന്നാണ്? രാജ്യസ്നേഹത്തിന്റെ ഒരു കണികയെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ബാക്കിയുണ്ടെങ്കിൽ ഈ മനുഷ്യനെ തീർച്ചയായും പിന്തുണക്കണം. डुप्लीकेट वोटर की लिस्ट देख लीजिए. ये सब डुप्लीकेट वोटर्स हैं. इसके बाद नेक्स्ट ये देखिए, ये एक और डुप्लीकेट वोटर. नहीं, थोड़ा पीछे ले जाओ, जूम आउट. ये आदित्य श्रीवास्तव जी हैं. ये महाराष्ट्र में वोट कर, इनका नाम महाराष्ट्र में है, कर्नाटक में है, उत्तर प्रदेश लखनऊ में है और कर्नाटक बेंगलोर अर्बन में है. 4 बार आता है. सेम फोटो सेम एड्रेस. और दूसरा नाम दिखाइए, ये है विशाल सिंह. ये कर्नाटक में इनका नाम है, 2 बार कर्नाटक में आता है और 1 बार देखिए ये वाराणसी में साहब वोट कर रहे हैं, वोटर लिस्ट में है. थोड़ा जूम आउट कीजिए. और ऐसे हजारों लोग हैं. 11,000 वोट ऐसे चोरी हुआ है.